ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 11 വിഷു ഇത് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ അങ്ങനെ ഒരു സിനിമയുടെ ആദ്യത്തെ മുഴുനീള അഭിപ്രായങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടേതാണ്. വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി, ബേസിൽ ജോസഫ്, അജു വർഗീസ് തുടങ്ങി വലിയ താരനിരയോട് തിയേറ്ററുകളിലേക്ക് എത്തിയ വർഷങ്ങൾക്ക് ശേഷം ആദ്യ ഷോ പൂർത്തിയാക്കുമ്പോൾ എല്ലായിടത്തു നിന്നും ഒരുപോലെ തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് നേടിയെടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്തിരിക്കുന്നത് നിതിൻ മോളി എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമയിലെ നിവിൻ പോളിക്കാണ്. സെക്കൻഡ് ഹാഫിലെ നിവിൻ പോളിയുടെ എൻട്രിയോടുകൂടി സിനിമയെ മുഴുവൻ തന്നെ നിവിൻ പോളി ഒറ്റയടിക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് സിനിമയിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് എന്ന ആദ്യ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. അത്രത്തോളം നല്ല രീതിയിൽ പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ട് നിവിൻ പോളിക്ക് കഴിഞ്ഞിരിക്കുകയാണ്. വിനീത് ശ്രീനിവാസൻ നിവിൻ പോളി കോംബോയിൽ ഒരു സിനിമ പോലും ഇതുവരെ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴത്തെ ആ കൂട്ടത്തിലേക്ക് ഒരു സിനിമ കൂടി നമ്മൾ ഇടം പിടിക്കുകയാണ്. അതാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ. ഒരു ഇമോഷണൽ കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ ആദ്യ പകുതിക്ക് തന്നെ ഡീസന്റ് അഭിപ്രായങ്ങൾ ലഭ്യമായ പ്രണവ്, ധ്യാൻ എന്നിവരുടെ കഥയിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുന്ന സിനിമയ്ക്ക് സ്ലോ പേസിലായിരുന്നു നറേഷൻ എങ്കിൽ പോലും മികച്ചൊരു തുടക്കമായിരുന്നു ലഭ്യമായത്. ഇന്റർവെൽ രംഗങ്ങൾക്കടക്കം മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയ്ക്ക് ആദ്യ പകുതിക്ക് ഡീസന്റ് ലഭ്യമായപ്പോൾ ഇപ്പോഴത്തെ രണ്ടാം പകുതി ആദ്യ പകുതിയേക്കാൾ കൂടുതൽ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിരിക്കുകയാണ്. ക്ലാസും ഒപ്പം തന്നെ എന്റർടൈനിങ്ങുമായ മുഹൂർത്തങ്ങളെല്ലാം തന്നെ രണ്ടാം പകുതിയിലും വന്നിരിക്കുകയാണ്. പ്രണവിന്റെയും ധ്യാനിന്റെയും ഒരുപോലെ തന്നെ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ കഥാപാത്രങ്ങൾ, അതോടൊപ്പം തന്നെ അവരുടെ കോംബോ സീൻസും മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തിരിക്കുകയാണ്. അജു വർഗീസിനും കൂടാതെ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടുണ്ട്. വിനീതിന്റെ സംവിധാനം, സിനിമയുടെ മേക്കിംഗ്, ഒപ്പം തന്നെ സിനിമയുടെ തിരക്കഥ, റൈറ്റിംഗ് എല്ലാം തന്നെ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിരിക്കുകയാണ്. ഒപ്പം തന്നെ BGM, ജ്ഞാപകം, സോങ്ങിനെല്ലാം തന്നെ വളരെ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടുണ്ട്. സിനിമയ്ക്കുള്ളിൽ സിനിമാ കഥയുമായിട്ട് എത്തുന്ന വർഷങ്ങൾക്ക് ശേഷം 70 കാലഘട്ടങ്ങൾ മുതൽ ഈ പ്രസന്റ് കാലഘട്ടം വരെ കഥ പറയുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ മേക്കിംഗ്, ആർട്ട് ഡിപ്പാർട്ട്മെന്റിനെല്ലാം തന്നെ കൂടുതൽ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ പല മേഖലകളിലെ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ വിനീത് ശ്രീനിവാസന്റെ മാജിക് നിറഞ്ഞു നിൽക്കുന്ന സിനിമയാണ് എന്ന് നിസ്സംശയം പറയാം. ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ വിനീത് ശ്രീനിവാസൻ സിനിമകളിൽ ഒരൊറ്റ സിനിമ പോലും ആദ്യ ദിവസം നമ്മുടെ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിട്ടില്ല. ആ കൂട്ടത്തിലേക്ക് ഹൃദയം എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ഇപ്പോഴത്തെ വർഷങ്ങൾക്ക് ശേഷം ഇടം പിടിക്കുകയാണ്. ഇനി കാത്തിരിക്കാം സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് ഈദ്, വിഷു റിലീസുകളിൽ ആദ്യത്തെ പോസിറ്റീവ് ലഭ്യമായ സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട് കാത്തിരിക്കൂ.